ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കാം. ഈസി സാമ്പാറാണ്, അരയ്ക്കൊന്നും വേണ്ട. വഴുതനങ്ങ സാമ്പാറാണ്. അതിലോട്ട് ഞാൻ പരിപ്പും മഞ്ഞളും കായപ്പൊടിയും ഉള്ളി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നതാണ്. അതിന് ശേഷം ഇവിടെ ഞാൻ വഴുതനങ്ങ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. പരിപ്പായോണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ചെറിയ ഉള്ളി നേരാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി വേണം, ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളീൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും വേണം. വെളുത്തുള്ളി ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അത് ഗ്യാസൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി ഇട്ടാൽ. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ജാസ്തി എടുക്കാൻ നോക്കണം. അതിലോട്ട് പച്ചമുളകും പിന്നെ തക്കാളി, പച്ചമുളകും തക്കാളിയും വേണം. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുക് ഇടുക. കടുക് പൊട്ടാൻ തുടങ്ങിയാൽ നമുക്ക് അതിലോട്ട് കുറച്ച് ജീരകം ഇടേണ്ടി വരും. കാരണം ജീരകം അതൊരു നല്ല ഫ്ലേവറും കിട്ടും, പിന്നെ ഗ്യാസ്ട്രിക്കിനും കുറച്ച് നല്ലതാണ്. ജീരകം ഇടുക. ജീരകത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇടും. ഉലുവ ഒരു നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടാനാണ്. കുറച്ച് ഉലുവ ഇട്ടാൽ മതി, കൂടുതൽ ആയിപ്പോരുത്. കൂടുതലായാൽ കയക്കും. അപ്പോൾ അതിട്ടിട്ട് ആയോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കരിവേപ്പിലയും പിന്നെ ഉണക്കമുളകും ഇടും. ഇത് പക്ക തമിഴ്നാട് സ്റ്റൈലാണ്. ഇവിടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ഈസി ആയിട്ട് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഇഡ്ഡലിക്ക് വേണമെങ്കിലോ ഇല്ല ദോശയ്ക്ക് വേണമെങ്കിലോ ചോറിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഉള്ളിയും പച്ചമുളകും ഇട്ടു. കുറച്ച് കായപ്പൊടി ഇടാം നിങ്ങൾക്ക്. കായപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. ആ എണ്ണയിൽ തന്നെ കുറച്ച് നല്ലോണം ഫ്രൈ ആവണം. അതിലോട്ട് ഞാൻ വഴുതനങ്ങ കഴുകി വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങയിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ ഉപ്പ് ഓൾറെഡി ഉള്ളിയിലിട്ടുണ്ട്, അത് നോക്കിയിട്ട് കുറച്ച് ഇട്ടാൽ മതി വഴുതനങ്ങ ഇട്ട ശേഷം. അപ്പോൾ മഞ്ഞളും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. വഴുതനങ്ങയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഹാഫ് വെന്താൽ മതി, ഫുള്ള് വേവാൻ പോകണ്ട. കാരണം നമ്മൾ പിന്നെയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിക്കേണ്ടതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞു വെച്ചത് ഇടും. തക്കാളി എപ്പോഴും നിങ്ങൾ വെജിറ്റബിൾസ് ഇട്ട ശേഷം വേണം തക്കാളി ഇടാൻ, അതിന് മുമ്പ് ഇടരുത്. അതിന് മുമ്പ് ഇട്ടാൽ ഒരുപാട് ഉടഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്കിപ്പോൾ വഴുതനങ്ങ തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ മുരിങ്ങയ്ക്ക എടുക്കാം, ഇല്ല വെണ്ടയ്ക്ക എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ അടച്ചിട്ട് കുറച്ചൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടി. ഇനി അതിലോട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഉടച്ചെടുക്കാം നമുക്ക്. കാരണം ഇത് അങ്ങനെ ഇട്ടാൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നാൽ അങ്ങനെ കടക്കില്ല അങ്ങനെ പരിപ്പ്. അപ്പോൾ ഞാൻ മിക്കവാറും ഉടച്ചു കൊടുക്കും. ഉടച്ചിട്ട് ഒരു സെമി ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പുളി നമ്മൾ സാധാരണ സാമ്പാറിലിടുമല്ലോ, അപ്പോൾ പുളി ഒഴിച്ചു കൊടുക്കുക. പുളി ആവശ്യത്തിന് പുളി ഇട്ടാൽ മതി. കാരണം ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ അളവൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്താൽ മതി. ഞാൻ ഇത്രയാണ് എടുക്കേണ്ടതെന്ന് പറയില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ അളവായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഞങ്ങൾ 2 പേരായതുകൊണ്ട് ഞാൻ അതിന് അനുസരിച്ചിട്ടുള്ള
അളവാണ് എടുത്തിരിക്കുന്നത്. എന്താ ചെയ്യുന്ന? ഇങ്ങോട്ട് വാ സിമ. സിമ വൈകി താഴെ ഇറങ്ങ വാ. എന്താ ചെയ്യുന്ന സിമ? താഴെ ഇറങ്ങ വാ. ഏയ് ഇവിടെ താഴെ ഇറങ്ങ. സിമ ഞാനിപ്പോൾ അതിൽ പരിപ്പും എല്ലാം ഒഴിച്ചു. എല്ലാം ഒഴിച്ചിട്ട് പുളി ഒഴിച്ച ശേഷം പരിപ്പൊക്കെ എടുത്ത് ഒഴിച്ചു. ഇനി ഇതിലോട്ട് സാമ്പാർ പൊടി ഇടണം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത്. ഇത് ഞങ്ങൾ പണ്ട് തൊട്ടിട്ടേ ഞങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഒരു സ്മെല്ലാണ്, നല്ല സ്മെല്ലും നല്ല ഫ്ലേവറും ഒക്കെ കിട്ടും ഇത്. അപ്പോൾ അത് ആവശ്യത്തിന് പൊടിയിടുക. എത്ര വേണ്ട നിങ്ങളുടെ അളവിന് പൊടിയിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ഒക്കെ ഇട്ടിട്ട് എല്ലാം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം, നിങ്ങൾക്ക് എല്ലാതും ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വിടാം. സാമ്പാർ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പാകത്തിന് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കില്ല. ഇതാണ് തമിഴ്നാട് സ്റ്റൈല്. ഇത് അരച്ചിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അടുത്തത് നമുക്ക് കോട്ടപ്പയർ ഇല്ല പയർ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒരു 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് പയർ, 2 പാക്കറ്റ്. ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്, സെപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന്. അപ്പോൾ ഇത് കഴുകി ഞാൻ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പയർ മണിയും ഉണ്ട്, പയറും ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പച്ചമുളകും പിന്നെ സവാളയും കുറച്ച് അരിഞ്ഞിട്ടുണ്ട് ഉപ്പേരിക്ക്. കുഞ്ഞായിട്ട് അരിഞ്ഞാൽ മതി സവാള, നീളത്തിൽ അരിയേണ്ട. നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം, പക്ഷേ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചീഞ്ചട്ടിയിൽ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ കുറച്ച് കടുകിടും. ചൂടായി വരുന്നേ ഉള്ളൂ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും പച്ചമുളകും അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വാട്ടാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് ഞാൻ പയറിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് ഇത് മൂടി പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മുടെ പയറുപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അത് വെന്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും. ആ ഒരു പച്ചപ്പ് അങ്ങോട്ട് പോകണം. എന്നിട്ട് കുറച്ചൊന്ന് ഒരു വാട്ടിയ കളറ് വരണം എന്നാൽ ആയി എന്നാണ്. നല്ല ടേസ്റ്റാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ദാ റെഡി ആയിരിക്കുന്നു നമ്മുടെ പയറുപ്പേരി. Thank you for watching. Bye.